അവരൊക്കെ എന്താ ഈ പറയുന്ന നാവിനെല്ലില്ല എന്ന് പറഞ്ഞിട്ട്? അപ്പോയിൻമെന്റ് തന്നിരുന്നു. അപ്പോൾ ഞാൻ കള്ളം പറയത്തില്ല, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ചത്താലും ഞാൻ കള്ളം പറയത്തില്ല. DG-നെ ഞാൻ കാണാൻ പോയെന്ന് വെച്ചാൽ എറണാകുളത്തെ കമ്മീഷണർക്ക് ഞാനൊരു പരാതി കൊടുത്തിരുന്നു, കൊച്ചി കേന്ദ്രീകരിച്ച് കിടക്കുന്ന മയക്കുമരുന്ന് മാഫിയെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ടെററിസവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഞാൻ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മയക്കുമരുന്ന് മാഫിയകൾ കൊച്ചിയിലെ ആൾക്കാരെ സ്വാധീനിച്ചിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ തന്നില്ല. അതേസമയത്ത് SP, റൂറൽ SP എനിക്ക് ഒരു വണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ തന്നു. എന്തിനു തന്നു? സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ട് എനിക്ക് ഭീഷണി ഉണ്ടെന്ന്. സിറ്റിയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞു ഭീഷണി ഉണ്ടെന്ന്. ഇവർ മാത്രം പറയുന്നു ഭീഷണി ഇല്ല എന്ന്. അപ്പം ഞാൻ ഇത് മുഖ്യമന്ത്രിയെ അറിയിക്കാൻ വേണ്ടി ഒരു പരാതി കൊടുത്തു. സെയിം സാധനം DGP-ക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫെർദർ സ്റ്റെപ്പ് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ അദ്ദേഹം എന്നെ നേരിൽ വിളിച്ചിരുന്നു. ഇദ്ദേഹം നമ്മുടെ മേജർ രവിയുടെ സുഹൃത്താണ്. അപ്പോൾ ആദ്യം മേജറുടെ അടുത്ത് DGP ചോദിച്ചു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാമി ഒരു പ്രശ്നക്കാരനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മേജർ പറഞ്ഞു പ്രശ്നക്കാരോട് മാത്രമേ പുള്ളി പ്രശ്നക്കാരനാണ് എന്ന് അദ്ദേഹം മറുപടിയും കൊടുത്തു. അങ്ങനെ പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു. വിളിച്ചിട്ട് കാണാമെന്ന് പറയുന്ന സമയത്താണ് ഞാൻ ജയിലിലാവുന്നത്, ഈ മതസ്പർദ്ധ ഉണ്ടാക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീയെ 7 പേര് ചേർന്ന് ബലാത്സംഗം ചെയ്തപ്പോൾ ഞാൻ അതിനെ പ്രതികരിച്ചു. ഞാൻ ഇച്ചിരി നിങ്ങൾക്ക് എൻ്റെ സംസാരം അറിയാം, ചില ഇഷ്യൂസിൽ ഞാൻ മുഖം മറയില്ലാതെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചതിന് എന്നെ മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കേസെടുത്തു. എന്നാൽ എനിക്ക് ജാമ്യം എടുത്തു തന്ന 2 പേര് മുസ്ലിം അഡ്വക്കേറ്റ്സാണ് ഹൈക്കോടതിയിലുള്ള. എനിക്ക് ബെയിലിൽ നിന്നവർ 2 മുസ്ലിംസാണ്. എനിക്ക് ജയിലിൽ നിന്ന് സ്വീകരണം നിന്ന് പുറത്തിറക്കിയത് ഇമാം അടക്കമുള്ള മുസ്ലിം സഹോദരങ്ങളാണ്. ഫേസ്ബുക്കിൽ എനിക്ക് അത്രയുള്ള മുസ്ലിം സപ്പോർട്ട് ഇവിടുത്തെ ഒരു സന്യാസികൾക്കുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സന്യാസി എന്ന് അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടു. ഇവിടെ ഈ രാമായണം എഴുതിയതാരാ? ഇതെന്താ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? നമ്മൾ ഒരാളെ ഒരു പ്രശ്നത്തിൽ പെട്ടിക്കഴിഞ്ഞാൽ എന്നും അവൻ ആ പ്രശ്നത്തിൽ തന്നെ ഇരിക്കുമെന്നാണോ വിചാരം? സമൂഹം മാറി ചിന്തിക്കണം. അത് ഞാൻ നിയമ നടപടി എടുക്കും. ഞാൻ പോലീസ് കംപ്ലൈൻറ്റിങ് അതോറിറ്റിക്ക് കൊടുക്കുന്നുണ്ട്, മനുഷ്യാവകാശം ഇതിന് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് എൻ്റെ മാത്രം വിഷയമല്ല, ഇനി ഇത് സമൂഹത്തിൽ ആവർത്തിക്കരുത്. കാരണം ഈ മതസ്പർദ്ധയുടെ കേസ് വന്നപ്പോഴും ഞാൻ വിട്ടു. തോക്ക് കേസിൽ എന്നെ വെറുതെ വിട്ടു. അതിലെന്തായിരുന്നു? CIയെ ഞാൻ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു വെടിയുണ്ട വന്നപ്പോൾ വെടിയുണ്ട തട്ടിക്കളഞ്ഞെന്നാണ് CI ബാബുകുമാർ, ഇന്നത്തെ DYSP പറഞ്ഞത്. അപ്പോൾ ജഡ്ജി ചോദിച്ചു, വെടിയുണ്ട തട്ടിക്കളെ നിങ്ങളാര് രജനീകാന്താണോ എന്ന് ചോദിച്ചു. അതായത് 1300 അടി ഫീറ്റിൽ 750 കിലോഗ്രാം ത്രസ്റ്റിലാണ് വെടിയുണ്ട വരുന്നത്. അദ്ദേഹം 307 മർഡർ അറ്റംപ്റ്റ് എനിക്ക് ചാർജ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നടുക്കത്തെ വിരലിൽ ഒരു 1 mm ഹെയർ സ്ക്രാച്ച് പറ്റിയതാണ്. ഈ 1 mm ഹെയർ സ്ക്രാച്ച് പറ്റണമെങ്കിൽ പിന്ന് പോലുള്ള എന്തെങ്കിലും സാധനം ഊരുമ്പോഴുണ്ടായ മുറിവായിരിക്കും. ഇപ്പം നിങ്ങൾ ആലോചിച്ചു, ഇത് 9 വർഷമായി എന്നെ വേട്ടയാടാൻ തുടങ്ങുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് കുറച്ച് പ്രവർത്തനമുണ്ട്. ഞാൻ നിങ്ങളടുത്ത് തുറന്നു പറയാം, ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോം, ഇവിടെ ഒരു ക്യാൻസർ കെയർ ചെയ്യുന്ന ഒരു വിഭാഗം, അതുപോലെ ഒരു ഹോസ്പിറ്റൽ, ഒരു പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു സ്കൂൾ, ഒരു കോളേജ് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. അത് ചില്ലറ പൈസയുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ കുബുദ്ധികൾ പറയുന്ന കേട്ട് ഇത് തടസ്സപ്പെടുത്തിയാൽ എനിക്കല്ല നഷ്ടം, എനിക്ക് കുടുംബമില്ല, എൻ്റെ കുടുംബം ഈ സമൂഹമാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു സന്യാസി എന്തുകൊണ്ട് പ്രതികരിക്കുന്നുവെന്ന്. ഇവിടെ 3 നേരം മൃഷ്ടാനം ഭക്ഷണവും കഴിച്ച് ഒരു പണിയെടുക്കാതെ വീട്ടിനകത്തും മഠത്തിനകത്തും ഇരിക്കുന്ന സ്വാമിമാരെ പോലെ അല്ല തോക്കുസ്വാമി. ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു സന്യാസിയുടെ ശരീരമായി കാണണം. സ്ഥാനഭയവും മരണഭയവും പാടില്ല. പ്രതികരിച്ചാൽ എന്നെ കൊല്ലുമോ, എൻ്റെ വരുമാനം പോകുമോ, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുമോ, എൻ്റെ സ്ഥാനം പോകുമോ, എനിക്ക് അങ്ങനെയുള്ള ഭയമില്ല. എനിക്ക് ആശ്രമമില്ല. ഞാൻ ഹിമാലയത്തിൽ കിടക്കുന്ന ആ താഴ്വാരങ്ങളിൽ കിടക്കുന്ന ഒരു അഘോര വിഭാഗത്തിൽപ്പെട്ട സന്യാസിയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. ഈ പോലീസുകാർ ഇവരെ ചുമ്മാ അല്ല കൊച്ചിക്കാർ കിറുക്കന്മാരെന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങളെയും പിടിക്കാൻ നോക്കിയോ? ഇത് തന്നെയാണ് അവസ്ഥ. ഞാനിത് 100% ഇത് പോവും. കാരണം ഇനി 1000 കുറ്റവാളി രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് ആണ് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. താങ്ക് യു സോ മച്ച്.